നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golds and Diamonds. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds, തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിൽ സന്തോഷമെന്ന് പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷ അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. മുഖംമൂടി പ്രതിഷേധവുമായി കോൺഗ്രസ് കൌൺസിലർമാർ. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിനും പ്രതിഷേധിച്ചാണ് സമരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ KS അനുരാഗ് ചുമതലയേറ്റു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അനുരാഗ് ചുമതലയേറ്റത്. അനുരാഗിന് പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ. മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു. എങ്ങണ്ടിയൂർ സ്വദേശി രാമുവാണ് മരിച്ചത്. മകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. SFI KSU സംഘടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് തലമൂടിയും കൈവിലങ്ങണിയിച്ചും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടിയെ വിമർശിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CIക്ക് വീഴ്ച പറ്റിയെന്ന കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SHOയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് നടപടിയെടുത്തത്. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ സന്ദർശിച്ചു. വിയ്യൂരിലെത്തിയാണ് പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി സംരക്ഷിച്ചുള്ള സർക്കാർ നടപടിയല്ല വേണ്ടതെന്നും അതിക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ മുഖംമൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിൽ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്. CPM പണി, പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറുകയാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖംമൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിലെ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. പോലീസ് മർദ്ദനമേറ്റ് തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിജേഷിനെയും MP സന്ദർശിച്ചു.
മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ 18 നിർദ്ദേശങ്ങളിൽ 13 ഏറെക്കുറെ പരിഹരിച്ചതായാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാഴൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന് വീട്ടിലെത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വേലായുധന് ഉറപ്പ് നൽകിയത്. നിവേദനം നൽകാൻ എത്തിയപ്പോൾ അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുള്ള് ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടെയായിരുന്നു സംഭവം. പുള്ളിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കിയയച്ച വേലായുധനെ സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകാനെത്തിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, പഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവർ ഉണ്ടായിരുന്നു. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിൽ സന്തോഷത്തിലാണ് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊച്ചുവേലായുധന്റെ നിവേദനം നിരസിച്ചത് വിവാദമായിരുന്നു. 2 വർഷം മുൻപ് മഴയിലും കാറ്റിലും താമസിച്ചിരുന്ന വീട് തകർന്നു വീണ് കൊച്ചുവേലായുധനടക്കം വീട്ടിലെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. വീട് പിന്നീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ ഇടമൊരുക്കി കുടുംബം താമസം തുടങ്ങുകയായിരുന്നു. എനിക്കിപ്പോൾ എങ്ങനെയായാലും ആരായാലും എനിക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അതിൽ ഞാൻ സുഖമില്ലാത്ത ആൾ, ഭാര്യയ്ക്ക് സുഖമില്ല, ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവ് മറ്റൊരുടെയുണ്ട്. ചെറിയൊരു മുറിയിൽ കൊച്ചുവേലായുധനും ഭാര്യയും ഒരു മകളും മകനുമാണ് താമസിക്കുന്നത്. വീടിന് പുറത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ആകെയുള്ള 10 സെന്റ് സ്ഥലത്തിന്റെ ആധാരം ആലപ്പാട് സഹകരണ ബാങ്കിൽ പണയത്തിലാണ്. മാസം വലിയൊരു സംഖ്യ അടയ്ക്കണം. അടവ് മുടങ്ങി ജപ്തിയുടെ വക്കിലെത്തിയെങ്കിലും ചിട്ടി വിളിച്ച് പണമടയ്ക്കുകയായിരുന്നു. തുടർന്നാണ് വീടിനു വേണ്ടി കേന്ദ്രമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകാൻ ശ്രമിച്ചത്. TCV തൃശൂർ. ഗൃഹനാഥനെ മടക്കിയച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷ അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. മുഖംമൂടി പ്രതിഷേധവുമായാണ് അതിനാടകീയ രംഗങ്ങൾക്കാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം വേദിയായത്. യോഗാരംഭത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുഖംമൂടി ധരിച്ചും കൈവിലങ്ങണിഞ്ഞും പ്രതിഷേധിച്ചു. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി പോലീസ് നടപടിയിലായിരുന്നു പ്രതിഷേധം. പിന്നാലെ ഭരണപക്ഷാംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഭരണകക്ഷി അംഗങ്ങളായ പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ പെരിഞ്ചേരി, CP പോളി, പ്രതിപക്ഷാംഗങ്ങളായ നിമ്മി റപ്പായി, സനോജ് K പോൾ എന്നിവരാണ് കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്നത്. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതും ഓണം കഴിഞ്ഞിട്ടും പുല്ലുവെട്ടൽ നടത്താത്തതുമാണ് ഇവരെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ഇതിനെ കോൺഗ്രസ് അംഗങ്ങളും പിന്തുണച്ചതോടെ മേയർ സെക്രട്ടറിയോട് മറുപടി തേടി. സെക്രട്ടറി അടിയന്തരമായി ഇത് പരിശോധിച്ച് എവിടെയാണ് ഇതിന്റെ ലേറ്റായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. വഴിവിളക്കുകൾ സംബന്ധിച്ചതിൽ ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അജണ്ട കൗൺസിൽ യോഗത്തിൽ വരാത്തതാണ് തടസ്സമായതെന്നും അജണ്ട തയ്യാറാക്കേണ്ട ഉദ്യോഗസ്ഥന് പറ്റിയ വീഴ്ചയാണിതെന്നും സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. ഭരണകാലാവധി അവസാനിക്കാനിരിക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഭരണസമിതിയെ മനഃപൂർവ്വം മോശമാക്കി കാണിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി മേയർ MK വർഗീസ് പറഞ്ഞു. വിഷയത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയതോടെ കരോളിൻ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. ഇതിനും പിന്നാലെ പതിവ് പോലെ ഭരണസമിതിയുടെ ഏകോപനമില്ലായ്മ ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി മേയർ ML റോസി രംഗത്തെത്തി. സംസാരിക്കവേ മേയർ നിർത്താൻ ആവശ്യപ്പെട്ടത് ഡെപ്യൂട്ടി മേയറെ ചൊടിപ്പിച്ചു. ഇത് ഇരുവരും തമ്മിൽ നേരിയ കൊമ്പുകോർക്കലിനും ഇടയാക്കി. ഈ
കോർപ്പറേഷന്റെ ഓണസദ്യ വിവാദമായ ബിനി ഹെറിറ്റേജിൽ വെച്ച് നടത്തിയതിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പുലിക്കളി നടത്തിപ്പിലെ മികവിന് ഭരണസമിതിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇക്കുറി പുലിക്കളിക്ക് സുരേഷ് ഗോപി മുൻകൈയെടുത്ത് ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം 3 ലക്ഷം രൂപയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂർ 1 ലക്ഷം രൂപ വീതവും അനുവദിച്ചതിന് BJP അംഗങ്ങൾ അഭിനന്ദിച്ചു. എന്നാൽ എന്തിനും ഏതിനും വിളിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്ന് മേയർ പറഞ്ഞു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതുമാണ് പ്രതിഷേധത്തിന് കാരണം. സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. ഈ മേനി നടിക്കുമ്പോഴും കഴിഞ്ഞ 7 വർഷമായി വിഭാഗത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല. എന്നു മാത്രമല്ല, സർക്കാർ അംഗീകൃത തസ്തികകൾ പകുതിയിലധികവും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ 229 നിന്നും 103 ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു. 53 പേരുണ്ടായിരുന്ന ഫീൽഡ് സ്റ്റാഫ് കേവലം 5 ഫീൽഡ് വർക്കേഴ്സിന്റെ എണ്ണം 50 നിന്ന് 18 മാത്രമായും പരിമിതപ്പെട്ടു. ഇത് വളരെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സാമ്പത്തികമായ നഷ്ടം ഉൾപ്പെടെ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം പൂട്ടേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഭരണാനുകൂല സംഘടനകൾ ഉൾപ്പെടെയുള്ള സംയുക്ത തൊഴിലാളി യൂണിയൻ പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കടക്കം കടന്നത്. പണിമുടക്കിന് മുന്നോടിയായി ജീവനക്കാർ കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CITU സെക്രട്ടറി B. അജികുമാർ, INTUC സെക്രട്ടറി K. രാജേഷ്, AITUC സെക്രട്ടറി ഹിരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പണിമുടക്ക് സംബന്ധിച്ച് മേയർക്കും സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും രേഖാമൂലം അറിയിപ്പ് നൽകി. ഇതോടെ മേഖലയിലെ വൈദ്യുതി തകരാറുകൾക്ക് പരിഹാരം കാണാൻ കോർപ്പറേഷൻ പാടുപെടും. അതേസമയം കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ സർക്കാർ ഏറ്റെടുത്ത് KSEB-യുമായി ലയിപ്പിക്കാൻ നീക്കം നടക്കുന്നതായും ഒരു കാരണവശാലും അത് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഏറ്റെടുക്കലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിരത്തി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടു താഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്കായി ചേർത്തല സ്വദേശി അനുരാഗ് എത്തി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുൻപാകെ അനുരാഗ് ജോലിക്ക് ചേർന്നു. BCom കഴിഞ്ഞ് 6 മാസത്തെ അക്കൗണ്ടന്റ് കോഴ്സ് പാസ്സായി എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു അനുരാഗ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനും MA-കാരനുമായിരുന്ന 7 വിഭാഗത്തിൽ നിന്നുള്ള ബാലുവിന് പൊതുവിഭാഗത്തിലായിരുന്നു നിയമനം ലഭിച്ചിരുന്നത്. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നും വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നയാൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു.
അനുരാഗിനെ അഭിനന്ദിക്കാനും പിന്തുണ അറിയിക്കാനും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഘടനാ നേതാക്കളും പ്രവർത്തകരും ദേവസ്വം ഓഫീസിലെത്തിയിരുന്നു. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ മണപ്പാട് മോങ്ങാടി വീട്ടിൽ 71 വയസ്സുള്ള രാമുവാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മദ്യലഹരിയിലെത്തിയ രാകേഷ് അച്ഛൻ ദാമുവുമായി വഴക്കിട്ടു. അച്ഛനെ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. സംഭവ സമയം രാമുവും രാകേഷും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തലയിടിച്ച് വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് ശകുന്തളയെത്തി രാമുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വധശ്രമം ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാകേഷ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO NB ഷൈജു, SI മുഹമ്മദ് റാഫി, CPOമാരായ സുരേഖ്, അമൽ, റിഷാദ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃപ്രയാർ. സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. പോലീസ് നിയമസംരക്ഷകരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ACP ഓഫീസിലേക്ക് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ക്രൂര സ്വഭാവവും അഴിമതിയും നിറഞ്ഞതായി പോലീസ് സേന മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഭരണം P ശശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശശി എഴുതിക്കൊടുക്കുന്ന വാറോളയ്ക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ ജനങ്ങൾ പ്രതിരോധം തീർക്കും. P ശശിയാണ് ഇപ്പോ പോലീസിനെ നിയന്ത്രിക്കുന്നത്. P ശശി എഴുതിക്കൊടുക്കുന്ന വാറോളയ്ക്കനുസരിച്ച് കേരളത്തിലെ പോലീസ് അധികാരികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിലെ ഈ ജനകീയ ഭരണകൂടത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂത്ത് കോൺഗ്രസുകാരെയോ മഹിളാ കോൺഗ്രസുകാരെയോ തല്ലിച്ചതച്ചാൽ നോവാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതാക്കളും ആത്മാഭിമാനമില്ലാതെയാണ് നിയമസഭയിൽ ഇരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. ചെടിച്ചട്ടി കൊണ്ട് SFIക്കാരനോ DYFIക്കാരനോ ഇവിടുത്തെ മഹിളാ കോൺഗ്രസുകാരെ അടിച്ചാൽ യൂത്ത് കോൺഗ്രസുകാരനെയോ തല്ലിച്ചതയ്ക്കുമ്പോ കോൺഗ്രസിലെ VD സതീശന് വേദനയ്ക്കില്ല. അതാ കേരളത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായി പോയിട്ടുള്ളത്. ശബരിമലയെ വിൽക്കാനുള്ള ശ്രമമായാണ് സമഗ്ര വികസനം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ശോഭ ആരോപിച്ചു. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സമ്മേളനം വിളിക്കുമ്പോ എന്താ കരുതുന്നത്? ശബരിമലയെ ഒരു ഭാഗത്ത് തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് അത് വിൽക്കാൻ സാധിക്കുമോ എന്ന് ഇതിനകത്തുള്ള ശശിയും ഗാങ്ങും ആലോചിക്കുകയാണ്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറിമാരായ സേവ്യൻ പള്ളൻ, രവികുമാർ ഉപ്പത്ത്, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ, സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെയും VCയുടെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെയുമാണ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് AISF മാർച്ച് നടത്തിയത്. മാർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം പോലീസ് തടഞ്ഞു. ഏതാനും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് ഇല്ലാത്ത ഭാഗത്തുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസിനെ മറികടക്കാൻ ശ്രമിച്ച 3 വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM മിഥുൻ പോട്ടോക്കാരൻ, സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി മെഹറിൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു.
മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് പത്തടിപ്പാലത്ത് ആന നിലയുറപ്പിച്ചത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇരുഭാഗത്തുമായി കുടുങ്ങിക്കിടന്നു. ഷോളയാർ ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ കാട്ടിലേക്ക് തിരികെ വിട്ടത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത്. സാധാരണ മദപ്പാടുള്ള വേളയിലാണ് കബാലി റോഡിലിറങ്ങി കുസൃതി കാണിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മദപ്പാടിന്റെ ലക്ഷണങ്ങളില്ലെന്ന് മലക്കപ്പാറ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരായ ബസ് ലോറി ഡ്രൈവർമാർ പറയുന്നു. മദ്യപിച്ച് റോഡരികിൽ കിടന്ന 62-കാരന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചതായി പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ തെക്കുംകര സ്വദേശി ശശിധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശശിധരന്റെ 2 കാലുകളിലും പൊള്ളലേറ്റിട്ടുണ്ട്. തിരുവോണ നാളിലാണ് സംഭവം. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. കൊണ്ടാഴി കായാമ്പൂവത്ത് ബൈക്ക് തെന്നി മറിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കൊണ്ടാഴി സ്വദേശി അപ്പത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. കോലയിൽ അബ്ബൂസ് താഹിർ, മടപ്പൻ വീട്ടിൽ ഹിലാൽ, കല്ലിങ്ങൽ ഷാമിൽ, ഇളയടത്ത് ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, SI-മാരായ ശരത്ത് സോമൻ, ഫൈസൽ, ASI അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 1-ാം പ്രതി ആലുങ്ങൽ സൽമാൻ ഫാരിസ് സ്ഫോടനത്തിനിടെ കൈക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് യുവാക്കൾ ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച് പരിഭ്രാന്തി പരത്തിയത്. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. 86-ാം വയസ്സിലും നാട്ടുവഴി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ താന്നിക്കുഴിയിലെ സോമന് വിട്ടുവീഴ്ചയില്ല. മേലൂർ പൂലാനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന സോമൻ രാവിലെ തന്നെ റോഡ് വൃത്തിയാക്കാൻ ഇറങ്ങും. രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ പണി അമ്പലനട തൈക്കാട്ടുചിറ റോഡിൽ വീണുകിടക്കുന്ന പ്ലാവിലകൾ നീക്കം ചെയ്യലാണ്. ഇതിനായി ഒരുക്കിയ കമ്പിയിൽ കുത്തിയെടുക്കുന്ന കരിയിലകൾ ഒരിടത്ത് കൂട്ടിയിട്ട് കത്തിക്കും. 1/2 കിലോമീറ്ററോളം നീളുന്ന റോഡിന്റെ ഇരുഭാഗത്തുമുള്ള മതിലുകളും വെടിപ്പായി ഇരിക്കണമെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തൊഴിലാളിയായിരുന്ന സോമന് നിർബന്ധം. പൂപ്പലുകളും ഇത്തിൽക്കണ്ണികൾ പോലുള്ള ചെടികളും നീക്കം ചെയ്ത് ശുചീകരിക്കും. 6 വർഷമായി തുടരുന്ന സേവനത്തിന് പരിസരത്തുള്ളവർ പലപ്പോഴും സഹായം നൽകാൻ തുനിഞ്ഞു. സ്നേഹവാക്കുകളോടെ അതെല്ലാം നിരസിച്ചു. ഇതൊക്കെ സേവനമാണെന്ന് സോമൻ പറയുന്നു. ഇതിപ്പോൾ ഒരു 6 വർഷമായി ഞാൻ ഇവിടെ വന്ന പിന്നെ തുടങ്ങിയിട്ട്. അത് ചിലപ്പോൾ രാവിലെ 6 മണി 5:30 തുടങ്ങും. അത് ശരി. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പം ചൂലും കൊണ്ടേ വരുള്ളൂ. ഉമ്മറും അടിച്ച് ഇങ്ങോട്ട് കയറി അങ്ങേ അറ്റത്തൊന്നും പണിയും തുടങ്ങും. ചാലക്കുടിയിലെ ചുമട്ട് തൊഴിലാളിയായിരുന്ന മകൻ അനിരുദ്ധന്റെ മരണം സോമന്റെ മനസ്സിന് ഇന്നും തീരാ നോവാണ്. മരുമകളോടും പേരക്കുട്ടിയോടുമൊപ്പമാണ് തൈക്കാട്ടുചിറ റോഡിൽ താമസിക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ അപമാനിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. അരിക്കാട്ട് പറമ്പിൽ ഹിരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പനിമൂലം ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച പ്രതി സഹായിക്കാമെന്നേറ്റു. OP ടിക്കറ്റ് എടുത്തു തരാമെന്നും വിശ്രമിക്കാനും പറഞ്ഞു. യുവതി മുകളിലെ നിലയിൽ പോയി വിശ്രമിക്കുമ്പോൾ പ്രതി യുവതിയെ കയറി പിടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ബസ് യാത്രയ്ക്കിടെ യുവതിയെ അപമാനിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ പഴയടത്ത് വീട്ടിൽ മുരളീധരനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി ഗുരുവായൂർ പറവൂർ KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ പിന്നിൽ നിൽക്കുകയായിരുന്ന പ്രതി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ച് അപമാനിച്ചുവെന്നാണ് കേസ്. അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചുവെന്നും യുവതി വാടാനപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഖത്തറിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം മാനവികതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും സമാധാനവും തൊഴിൽ സുരക്ഷിതത്വമുള്ള നാടാണ് ഖത്തറെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു.
ഖത്തറിന് നേരെ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിവരുന്ന വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ച് CPM തൃശൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ ദിന റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷന് മുന്നിൽ നടന്ന യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. T. സുധാകരൻ, KS സെന്തിൽകുമാർ, TR ഹിരൺ, അഡ്വക്കേറ്റ് ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സാമ്രാജ്യത്തെ അനുകൂല CPIM-ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ സതീ ദേവിക്ക് സൗഹൃദ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. മരണാനന്തരം മനുഷ്യ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വിട്ടു നൽകാൻ തയ്യാറാകുന്നവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകിയാണ് ഡോക്ടർ സതീ ദേവി ശ്രദ്ധ നേടിയത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലമാറി പോകുന്ന ഡോക്ടർ സതീ ദേവിക്ക് കേരള യുക്തിവാദി സംഘം, തൃശൂർ സെക്യുലർ ഫോറം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, യുവ കലാസാഹിതി, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, ഹീമോഫീലിയ സൊസൈറ്റി, മരണാനന്തരം, അനന്തരം തുടങ്ങിയ സംഘടനകളുടെയും ഗ്രൂപ്പുകളുടെയും പ്രതിനിധികൾ ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. ഡോക്ടർ സതീ ദേവിയുടെ സർവീസ് കാലയളവിൽ സമർപ്പിക്കപ്പെട്ട മരണാനന്തര ശരീരദാന സമ്മതപത്രത്തിന്റെ എണ്ണം സർവ്വകാല റെക്കോർഡാണ്. സമ്മതപത്രം നൽകിയ ഉടൻ വളരെ ആകർഷകമായ രീതിയിൽ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ദാതാക്കൾക്ക് നൽകാനും ശരീരദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബോധവൽക്കരണം നടത്താനും ഡോക്ടർ സതീ ദേവി പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. ഈ ആവശ്യത്തിനായി വിളിക്കാൻ സ്വന്തം ഫോൺ നമ്പർ അവർ പരസ്യപ്പെടുത്തിയിരുന്നു. അനാട്ടമി വിഭാഗത്തിലേക്ക് വരുന്നവരെ മധുരം നൽകി ഹൃദ്യമായി സ്വീകരിക്കുന്ന രീതിയായിരുന്നു ഡോക്ടറുടേത്. പൊതുവിടങ്ങളിൽ പുഞ്ചിരിയോടെയും ഊർജ്ജസ്വലതയോടെയും കാണപ്പെടുന്ന ഡോക്ടർ സതീ ദേവിയുടെ മനസ്സിൽ ഒരു സങ്കടക്കടലിന്റെ ഇരമ്പമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന അഗ്നിശലഭങ്ങൾ എന്ന ആത്മകഥ വായനക്കാരിൽ വിങ്ങൽ ഉണ്ടാക്കുന്നതാണ്. കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ സൗഹൃദ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. സെക്യുലർ ഫോറം തൃശൂർ ചെയർമാൻ ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സെക്യുലർ ഫോറം ജനറൽ കൺവീനർ T. സത്യനാരായണൻ ഡോക്ടർ സതീ ദേവിക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു. നിപ്മർ ഡയറക്ടർ ഡോക്ടർ C. ചന്ദ്രബാബു മുഖ്യ അതിഥിയായിരുന്നു. യുവ കലാസാഹിതി മുൻ പ്രസിഡന്റ് ലില്ലി തോമസ്, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റ് പ്രൊഫസർ V. ബലരാമൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി VK മുകുന്ദൻ, ഹീമോഫീലിയ സൊസൈറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ രഘുനന്ദനൻ, മരണാനന്തരം ഗ്രൂപ്പ് കൺവീനർ സുബേദാർ രാജൻ തുടങ്ങിയവർ ആദരവും ആശംസകളും നേർന്നുകൊണ്ട് സംസാരിച്ചു. TCV തൃശൂർ. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാ ബസിലിക്കയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരങ്ങളാണ് ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ബസിലിക്കയുടെ ധനസഹായം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലത്തിന് കൈമാറി. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി, ജനറൽ കൺവീനർ പോൾസൺ ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വയലാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണനിലാവ് എന്ന പേരിൽ ഗാനമേള സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ഗാനമേള ജോസ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വയലാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഉണ്ണി വിയൂർ, പ്രനോജ്, കണ്ണൻ, അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകർ പങ്കെടുത്ത ഗാനമേളയും അരങ്ങേറി. ഞാനൊരു നാടക ഉത്സവം നടത്താറുണ്ട്. ഒരു ബുക്ക് പ്രകാശനം ചെയ്ത കൂടുതലായിട്ട് ഒരു സൗകര്യം കഴിയില്ല. അപ്പോൾ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ അന്തർദാഹ സംഗീതമാ സന്ധ്യാ പുഷ്പ സൗരഭമാ പാലക്കാട് കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശി പ്രേമയെ കാണാനില്ലെന്ന് പരാതി. ശനിയാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയ പ്രേമ പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്ക് KSRTC ബസ്സിൽ കയറി ഗുരുവായൂരിൽ ഇറങ്ങിയിരുന്നു. പിന്നീട് യാതൊരു വിവരവുമില്ല. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 904841
12976. തിരുവമ്പാടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവമ്പാടി ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രൊഫസർ പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യം, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂരിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചെറുമനങ്ങാട് കാരണംകോട്ട് സുരേഷ് ബാബു, ബന്ധു ഹൃദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. IT പരിശീലന രംഗത്തെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ലൂമിനാർ ടെക്നോ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ രാഗം തിയേറ്ററിന് സമീപം പത്തായപ്പുര ബിൽഡിംഗ് 3-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ലൂമിനാർ ടെക്നോ ലാബ് തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ രാഹുൽ M. കുമാർ, ഡയറക്ടർമാരായ ടീന രാഹുൽ, OR രതീഷ്, VG സൂരജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അത്യാധുനികമായ ലാബ് സൗകര്യങ്ങളോടെ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ വെറും 6 വർഷം കൊണ്ട് 8000-ലേറെ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നേടിക്കൊടുക്കുവാൻ ലൂമിനാർ ടെക്നോ ലാബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ലൂമിനാർ ടെക്നോ ലാബ് മാനേജിംഗ് ഡയറക്ടർ രാഹുൽ M. കുമാർ പറഞ്ഞു. തൃശ്ശൂരിലൊരു ബ്രാഞ്ച് എന്നുള്ള ഞങ്ങൾ വളരെ ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5000-ഓളം കുട്ടികളെ നമുക്ക് ജോലി നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് AI വിത്ത് റോബോട്ടിക്സ് അതുപോലത്തെ കോഴ്സുകൾ, അതുപോലെ ഡാറ്റാ സയൻസ്, AI, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഇങ്ങനെ നിരവധി കോഴ്സുകളിൽ അതിന് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നത്. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഓൺ ടൈം ചെയ്തു പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂമിനാർ ടെക്നോ ലാബ്. നമ്മുടെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ വളരെ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ഹൈലി പ്രൊഫഷണൽ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൂമിനാർ ടെക്നോ ലാബ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ജാവ, സ്പ്രിംഗ്, ഫുൾ സ്റ്റാക്ക്, റോബോട്ടിക്സ് വിത്ത് AI ആൻഡ് IoT, മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മീൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ASP.NET ഫുൾ സ്റ്റാക്ക്, ഡാറ്റ സയൻസ്, പൈത്തൺ ഡി ജാങ്കോ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നൽകും. ആദ്യം ചേരുന്ന 20 വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 20% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7025 651 651. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകിയതിൽ സന്തോഷമെന്ന് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ. കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷാംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. മുഖംമൂടി പ്രതിഷേധവുമായി കോൺഗ്രസ് കൗൺസിലർമാർ. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ KS അനുരാഗ് ചുമതലയേറ്റു.
ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അനുരാഗ് ചുമതലയേറ്റത്. അനുരാഗിന് പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ. മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി രാമുവാണ് മരിച്ചത്. മകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.